എന്ന് പറഞ്ഞു നിന്ന് വാശി പിടിച്ച് ആകെ കലഹം വയ്ക്കുന്ന സ്വഭാവമാണ് അഹമ്മദ് കുഞ്ഞിയുടെ. അതാണ് അദ്ദേഹത്തിന്റെ പതനത്തിന് കാരണം. മനസ്സിലായോ? ഇതൊക്കെയാണ് സത്യവതി നാട്ടിലെ ആളുകൾക്കറിയാം. ഇതൊക്കെ നാട്ടിലെ ആളുകൾക്കറിയാം. അങ്ങനെ ഏരിയ സെക്രട്ടറി ആയില്ല എന്ന് കണ്ടപ്പോ തെറ്റിപ്പോന്ന അഹമ്മദ് കുഞ്ഞ് ഞങ്ങൾ വെറുതെ വിട്ടിട്ടില്ല. ഞങ്ങള് ദിവസങ്ങളോളം ഇവിടെ നീണ്ട നേരമുണ്ട്. ഈ ഇരിക്കുന്ന ആളുകളൊക്കെ കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിൽ, സുബൈദയുടെ നേതൃത്വത്തിൽ ഈ ഇരിക്കുന്ന ആളുകൾ എല്ലാവരും അഹമ്മദ് കുഞ്ഞിയുടെ വീട്ടിൽ പോയി കാല് പിടിച്ച് ഒരു ഘട്ടത്തിൽ ഞാൻ പറയുകയാണ്, കൃഷ്ണൻകുട്ടിയുടെ കരഞ്ഞു പറഞ്ഞു, അരുത്, പാർട്ടിയോടെ നിൽക്കണം. ഞങ്ങൾ കരഞ്ഞു പറഞ്ഞു പോരുത്. അദ്ദേഹം അന്ന് പറഞ്ഞ എന്താ, ഏരിയ കമ്മിറ്റി എല്ലാവരും ഒരുമിച്ച് വന്നു, നേതാക്കന്മാരോ എല്ലാവരും വന്നു. അത് പറഞ്ഞു, അന്ന് പറഞ്ഞു ഇതാണ്, ഈ ഒരു ഡിമാൻഡും പറഞ്ഞിട്ടില്ല. ഒറ്റ കാര്യം, ആരാ സെക്രട്ടറി ആവുകൊണ്ട് നിങ്ങൾ പറയും, ഞാനാ വിനയന, ഇത് മാത്രമാണ് പറഞ്ഞിരുന്നത്. സെക്രട്ടറി ആയില്ല എന്ന് മാത്രമാണ് ആ കാലത്ത് പറഞ്ഞിരുന്നത്. വേറെ ഒരു ഡിമാൻഡ് വന്നില്ല. ഈ നേതാക്കന്മാർ മുഴുവൻ സംസാരിച്ചു. അതിനുശേഷം കെ കെ ബാലൻ വിളിച്ചു. കെ കെ ബാലൻ വിളിച്ചിട്ട് ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പറഞ്ഞു. കെ കെ ബാലന്റെ വീട്ടിൽ ഇയാളെ വിളിച്ചു വരുത്തി ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞു. അപ്പൊ എ കെ ബാലനോടും ഈ വക ഡിമാൻഡ് ഒന്നും പറഞ്ഞിട്ടില്ല. അതിനുശേഷം ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കാമെന്ന് ഉറപ്പു പറഞ്ഞു. കെ കെ ബാലൻ ഞങ്ങളെ വിളിച്ച് പറഞ്ഞു, മുന്നിലെ വിഷയമൊക്കെ തീർന്നു, പിന്നെ സമ്മേളനത്തിൽ വരും. പക്ഷേ മുന്നിൽ സമ്മേളനത്തിൽ വന്നില്ല. ആ കാര്യങ്ങളൊക്കെ പറയും. ഞങ്ങളുടെ പാർട്ടി യാതൊരു നടപടിയെടുത്തില്ല. അമ്മൂഞ്ഞിക്കെതിരായിട്ട് നമ്മുടെ പാർട്ടി ഒരു നടപടിയെടുത്തില്ല. ജില്ലാ സമ്മേളനം അമ്മൂഞ്ഞി ബഹിഷ്കരിച്ചു, പത്രങ്ങൾക്ക് വാർത്ത കൊടുത്തു. അതിനുശേഷവും വിട്ടില്ല. അമ്മൂഞ്ഞ വീണ്ടും വേറെ വീട്ടിൽ പോയി. നക്ഷത്രയിൽ വെച്ച് ഞങ്ങള് എല്ലാവരും, എന്നുണ്ണീഷൻ ഉൾപ്പെടെ, വിനയൻ ഉൾപ്പെടെ, കൃഷ്ണൻകുട്ടിയുടെ, മുരളി, ഞാനും ഉൾപ്പെടെയുള്ള ആളുകൾ ആ നക്ഷത്രയിൽ റൂം അടച്ചിരുന്ന് ചർച്ച നടത്തി. അവസാനം അമ്മൂഞ്ഞ് മനസ്സോട് കൂടി പറഞ്ഞു, ഞാൻ വരാം. രണ്ട് കാര്യം. അപ്പോഴാണ് ആദ്യമായി ഡിമാൻഡ് മുന്നോട്ട് വയ്ക്കുന്നത്. അതൊന്ന്, രണ്ട് കാര്യം അദ്ദേഹം പറഞ്ഞു. അതിൽ മതകാര്യം ഇല്ല, അതല്ലാത്ത രണ്ട് കാര്യം അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഒരുപാട് നേരം ചർച്ച നടത്തിയപ്പോ അതിൽ ഒരു ഡിമാൻഡ് പാർട്ടി അംഗീകരിച്ചു, മറ്റൊരു ഡിമാൻഡ് പിൻവലിക്കപ്പെട്ടു. സഖാവ് കെ മുരളി എന്ന ആ സഖാവിന്റെ ഏറ്റവും ഉയർന്ന കമ്മ്യൂണിസ്റ്റ് ബോധം, അദ്ദേഹം പറഞ്ഞു, ആരും എന്റെ പേര് കാണിച്ചുകൊണ്ട് വില വേശണ്ട ഈ പാർട്ടിയിൽ. ഞാൻ ഏരിയ കമ്മിറ്റിയിൽ വരണമെങ്കിൽ പാർട്ടി തീരുമാനിക്കും, എന്റെ പേരിൽ വില വേശണ്ട എന്നാണ് മുരളി പറയണ്ടായി. അതോടുകൂടി ഒരു ഡിമാൻഡ് പോയി, മറ്റേ ഡിമാൻഡ് പാർട്ടി അംഗീകരിച്ചു. ഇതന്നെ വസ്തുത. ഞങ്ങൾ ചായ കുടിച്ച് എല്ലാവരും ഒരുമിച്ച് പിരിയണം, തീർന്നു വിഷയം. അപ്പൊ കേട്ട പറഞ്ഞു, ഈ വിഷയങ്ങളെല്ലാം ചിലപ്പോൾ 1-2 മാസം കൊണ്ട് ഈ പ്രശ്നം തീരുള്ളൂ. അതുകൊണ്ട് നമുക്ക് അടുത്ത ആഴ്ചയിൽ ജില്ലാ സെക്രട്ടറി മുഖാന്തരം ഈ കാര്യം സംസാരിക്കാം. ശരി, ജില്ലാ സെക്രട്ടറി മുഖാന്തരം സംസാരിക്കാമെന്ന് പറഞ്ഞ് ചിരിച്ചു കളിച്ച് ഞങ്ങൾ പിരിഞ്ഞു. ഞാൻ ഈ കുപ്പൂത്ത് വന്നിട്ട് എന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു, പ്രശ്നങ്ങളൊക്കെ തീരുകയാണ്, ഒക്കെ തീർന്നു എന്ന് ഞാൻ പറഞ്ഞുപോയി. അതാണ് ആമൂഞ്ചി പറഞ്ഞത് എന്നെ കുറിച്ച്. ഈ വിദ്വാൻ ഗോപാലകൃഷ്ണൻ, ഈ വിദ്വാൻ പിന്നെ ഒക്കെ തീർന്നു എന്ന് പറഞ്ഞ് നടക്കുകയായിരുന്നു എന്ന് പറഞ്ഞത്. ഞാൻ തീർന്നു എന്നാണ് അത് കരുതിയത്, അങ്ങനെ തീർന്നാ കരുതിയത്. പക്ഷേ ജില്ലാ സെക്രട്ടറി 21-ാം തീയതി ഡേറ്റ് വന്ന് സംസാരിക്കാൻ. ആ 21-ാം തീയതി സംസാരിക്കാൻ വേണ്ടി 18-ാം തീയതി ഞാൻ ആമൂഞ്ഞിയെ പോയി കണ്ടു. 21-ാം തീയതി നിങ്ങൾ വരണം എന്ന് പറഞ്ഞു. പക്ഷെ ആമൂഞ്ഞി ഞാൻ വരില്ല, ഞാൻ ഒരിക്കലും വരില്ല എന്ന് അർത്ഥം മുറിച്ച് പറഞ്ഞു. അപ്പൊ പിന്നെ എന്താ മാർഗം? ഡേറ്റ് മാറ്റാം. അപ്പൊ ആമൂഞ്ഞി പറഞ്ഞു, ഡേറ്റ് മാറ്റണ്ട, 20 പറ്റൂല, 21 പറ്റൂല, 22 പറ്റില്ല എന്ന് പറഞ്ഞു. നമ്മളവിടെ മുണ്ടാണ്ട് ഇറങ്ങിപ്പോകും. വീണ്ടും സെക്രട്ടറിയെ കണ്ട്, ജില്ലാ സെക്രട്ടറിയെ കണ്ട് 24-ാം തീയതി ഡേറ്റ് വീണ്ടും വാങ്ങി. 24-ാം തീയതി ഡേറ്റ് വാങ്ങി പാലക്കാട്ടേക്ക് സംസാരിക്കാൻ പോകാൻ തീരുമാനിച്ചപ്പോ രണ്ട് കാര്യങ്ങൾ അദ്ദേഹം വീണ്ടും പറഞ്ഞു. അദ്ദേഹം വരില്ലാന്ന് ഉറപ്പിച്ചു പറഞ്ഞു. വരികയില്ല, ഞാൻ ജില്ലാ സെക്രട്ടറി മുന്നിട്ട് സംസാരിക്കാൻ വരികയില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചത് പറഞ്ഞു. അതിന് ഇടയിലെന്തുണ്ടായി? അതിന്റെ ഇടയിൽ വലിയ സംഭവം ഉണ്ടായി. 24-ാം തീയതി ജില്ലാ സെക്രട്ടറിയെ കണ്ട് സംസാരിക്കാൻ നമ്മൾ ഡേറ്റ് വാങ്ങി അഹമ്മദ് കുഞ്ഞിയും കൂട്ടി പോകാൻ തീരുമാനിച്ചപ്പോ 21-ാം തീയതി പ്രസിഡന്റിനെ കൊണ്ട് പഞ്ചായത്തിൽ അഹമ്മദ് രാജിവെപ്പിച്ചു, പാർട്ടിയോട് ചോദിക്കാതെ. എന്തിനാണ് പാർട്ടിയോട് ചോദിക്കാതെ പ്രസിഡന്റിനെ കൊണ്ട് അഹമ്മദ് രാജിവെപ്പിച്ച്? 24-ാം തീയതി നടക്കുന്ന ആ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടക്കുന്ന ചർച്ച പൊളിക്കാൻ, ഈ പാർട്ടിയിൽ വരാതെ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാൻ വേണ്ടി ആ ചർച്ച പൊളിക്കാൻ വേണ്ടിയാണ് രാജിവെച്ചത്. ഉടനെ കൃഷ്ണൻകുട്ടി പഞ്ചായത്തിലെ എക്സിക്യൂട്ടീവ് സെക്രട്ടറി വിളിച്ചു പറഞ്ഞു, 24-ാം തീയതി ഞങ്ങൾ ചർച്ച വെച്ചിട്ടുണ്ട് പാലക്കാട്, അതുകൊണ്ട് അന്ന് പ്രശ്നം തീരും, അതുകൊണ്ട് ഇപ്പൊ റംലത്തിന്റെ രാജി നിങ്ങൾ സ്വീകരിക്കരുത് എന്ന് പറഞ്ഞു. അങ്ങനെ പഞ്ചായത്ത് സെക്രട്ടറി ആ രാജി സ്വീകരിക്കാതെ മാറ്റിവെച്ചു. ഇതറിഞ്ഞ അഹമ്മദ് കുഞ്ഞ് 22-ാം തീയതി പോയി ആ രാജി സ്വീകരിപ്പിച്ച് റെസിറ്റ് വാങ്ങി അവിടെ വെച്ച് സ്വീകരിപ്പിച്ചു പോന്നു. 24-ാം തീയതി ചർച്ച മധ്യസ്ഥ വച്ചാൽ എന്തിനാണ് കൂട്ടുകാരെ ഈ 22-ാം തീയതി പ്രസിഡന്റിനെ കൊണ്ട് രാജിവെപ്പിക്കുന്നത്?
ആ രാജിവെപ്പിക്കുന്നത് ചർച്ച പൊളിക്കാനും കോൺഗ്രസിലേക്ക് പോകാനുമുള്ള അദ്ദേഹത്തിന് മുൻകൂട്ടിയുള്ള തീരുമാനം നടപ്പാക്കാനായിരുന്നു, ആ ചർച്ച പൊളിക്കാനായിരുന്നു. അങ്ങനെ അദ്ദേഹം പോരാൻ തയ്യാറായില്ല. അവസാനം മുരളിയും കൂട്ടരും തലേ ദിവസം പോയി 2:30 മണി വരെ അദ്ദേഹത്തിന്റെ വീട്ടിലിരുന്ന് സമരം ചെയ്ത പോലെ നാളെ പാലക്കാട്ടേക്ക് നിങ്ങൾ പോയേ ഞങ്ങൾ ഇവിടുന്ന് പോരൂ എന്ന് ഞങ്ങൾ വാശി പിടിച്ചപ്പോഴാണ്, മുരളി കൂട്ടരും വാശി പിടിച്ചപ്പോഴാണ് പോരാമെന്ന് സമ്മതിച്ചത്. അപ്പോ പോരാമെന്ന് സമ്മതിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു ഇവിടുന്ന് ഒരു 5-6 ആൾക്കാർ കൂടി പോരണം, അവരുകൂടി മധ്യസ്ഥ പോരാമെന്ന് പറഞ്ഞു. അപ്പോ ആമൂഞ്ഞ് കണക്കാക്കിയത് ഈ 5-6 നാട്ടുകാരെ കൊണ്ടുപോയി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ മധ്യസ്ഥ നടക്കില്ല എന്നാണ്. അപ്പൊ അത് വിളിക്കാറോ, അതിന് പോകേണ്ട ആവശ്യം വരില്ലല്ലോ. അപ്പൊ ഞങ്ങൾ അതും സമ്മതിച്ചു, ആരൊക്കെ കൊണ്ടുവന്നോളൂ, നമുക്ക് പാലക്കാട് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ പോകുന്ന സമയത്ത് അതിനൊരു ഒരു വിഷയം എന്താ പറയുന്നത്, ഇവിടെ ആമൂഞ്ഞ് പറഞ്ഞത് ഈ കൂടെ വരാൻ തീരുമാനിച്ച ആൾക്കാർ പോരണോ പോരണ്ടേ എന്ന് രാവിലെ 9 മണി വരെ തർക്കമായിരുന്നു. ഗോപാലകൃഷ്ണൻ വിളിച്ച് നാരായണദാസിനോട് പറയുന്നു, അവര് വിനയനോട് പറയുന്നു, ഈ നാട്ടുകാരെ ആരെയും കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറയുന്നു എന്നാണ് മൂപ്പര് പറഞ്ഞത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. കുഞ്ഞിപ്പ കരീം ഉൾപ്പെടെ ഷൗക്കത്ത് മുസ്തഫി ഉൾപ്പെടെ എല്ലാവരും ആ ചർച്ചയിൽ വരുന്നതിൽ പാർട്ടിക്ക് തുറന്ന മനസ്സാണ് തന്നെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ദാസേട്ടൻ നാരായണദാസ് അന്ന് അദ്ദേഹം പ്രവർത്ത ദാസേട്ടൻ പാലക്കാട് എത്താത്തത് എന്താണെന്ന് മുരളിക്ക് വിളിച്ചു ചോദിച്ചു. അപ്പൊ മുരളി പറഞ്ഞു ഇനി ചന്ദ്രൻ വരാനുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നാരായണദാസ് ചോദിച്ചു ഏതാ ചന്ദ്രൻ? അപ്പൊ മുരളി പറഞ്ഞു ചന്ദ്രൻ കൊപ്പത്തെ ചന്ദ്രൻ. എന്താ ഇപ്പൊ എല്ലാവരെയും കൂട്ടി പോകുന്നത്, അതിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു ദാസേട്ടൻ. അടക്കി കാര്യം അറിയില്ലായിരുന്നു ചന്ദ്രന്റെ ഇടപെടൽ. ആ ഒരു ചോദ്യം ആമൂഞ്ഞ് മനസ്സിലാക്കിയപ്പോ ചന്ദ്രൻ ഉണ്ടെങ്കിൽ ഞാൻ പോകുള്ളൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ചതാ. അത് ഇവിടെ പൊതുയോഗത്തിലെത്തിയപ്പോഴൊക്കെ എന്തായി, ഷൗക്കത്തും കുഞ്ഞിപ്പിയും പിന്നെ കരീമും പിന്നെ മറ്റൊക്കെ മുസ്തഫൊക്കെ വേണോ വേണ്ടേ എന്ന് തർക്കായി പാർട്ടിക്ക് സംഭവിച്ചില്ലെന്നായി. അത് കളവല്ലേ? അങ്ങനെ പാലക്കാട് ഓഫീസിൽ നിന്ന് ചർച്ച തുടങ്ങിയപ്പോഴാണ്, ഞാൻ നീട്ടി പറയുന്നില്ല, തുടങ്ങിയപ്പോഴാണ് അദ്ദേഹം അന്ന് വരെ ഈ പാർട്ടിയിൽ പറയാത്ത പുതിയ കാര്യം പറഞ്ഞത്. അതാണ് അദ്ദേഹം പറഞ്ഞത്, എന്നെ പള്ളിയിൽ പോകാൻ അനുവദിക്കണം, നിസ്കരിക്കാൻ അനുവദിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. ആദ്യമായി ഇന്ന് വരെ പാർട്ടിയിൽ എവിടെയും പറയാത്ത, ഒരു സ്ഥലത്തും പറയാത്ത ഒരു പുതിയ ഡിമാൻഡ് അദ്ദേഹം വെച്ചു. അതിനോട് പാർട്ടി പ്രതികരിച്ചു. അതൊക്കെ അവിടെ പറയും. ഈ പാർട്ടിയുടെ പരിപാടി ഒരാളെ പള്ളിയിൽ പറഞ്ഞയക്കാൻ അനുവാദം കൊടുക്കൂലല്ല, പള്ളിയിൽ പോകുന്ന ആൾക്കാരെ പിടിച്ചുകൊണ്ടല്ലോ ഈ പാർട്ടിയുടെ പരിപാടിയല്ല. അതൊക്കെ വ്യക്തികളുടെ കാര്യമാണ്. ഏത് വസ്ത്രം ധരിക്കണം, എന്ത് ഭക്ഷണം കഴിക്കണം, പള്ളിയിൽ പോകണോ അമ്പലത്തിൽ പോകണോ, അതൊക്കെ വ്യക്തിയുടെ കാര്യമാണ്. അഹമ്മദ് കുഞ്ഞിയെ പോലെ ഉയർന്ന ഒരു സഖാവ് ഈ രൂപത്തിൽ സംസാരിക്കാൻ പാടില്ല എന്ന് ജില്ലാ സെക്രട്ടറി പറഞ്ഞു. നിങ്ങൾ ഇന്നലെ വരെ എന്താ ചെയ്തോ അത് ചെയ്തോ, അതല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം വന്ന് ഈ പാർട്ടിയുടെ പ്രവർത്തനം ഏറ്റെടുക്കുന്നു. അപ്പൊ ആ മുന്നിൽ വേറെ ചില കാര്യങ്ങൾ പറഞ്ഞു. ആ കാര്യങ്ങൾ പാർട്ടി കമ്മിറ്റികൾ അംഗീകരിക്കട്ടെ, ചർച്ച ചെയ്യട്ടെ എന്ന് പറഞ്ഞു. ജില്ലാ സെക്രട്ടറി പറഞ്ഞു വെളിയൂരിലെ പാർട്ടിക്ക് ഒരു പോറൽ വലിക്കരുത്, നിങ്ങൾ ഒത്തൊരുമിച്ച് നിൽക്കണം, മെമ്പർഷിപ്പ് പുതുക്കണം എന്ന് പറഞ്ഞ് സൗഹാർദ്ദപൂർണ്ണമായിട്ട് അവിടെ ഇറങ്ങിപ്പോകും. ഇതാണ്ടായത്. മെമ്പർഷിപ്പ് പുതുക്കാൻ തീരുമാനിച്ചു. എല്ലാവരും മെമ്പർഷിപ്പ് പുതുക്കി. ആമൂഞ്ഞ് മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല. 40 കഴിഞ്ഞിട്ട് അഹമ്മദ് കുഞ്ഞി മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല. ഏരിയ സെക്രട്ടറി ചില കത്ത് കൊടുത്തയച്ചു. ആ കത്ത് കൊടുത്തയച്ചിട്ട് മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല. അതുപോലെ കൊടുത്ത സമയം 3 എന്ന് പറഞ്ഞു, പിന്നെ 5 ദിവസം കൊടുത്ത് മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല. ഇതിനിടയ്ക്ക് ചന്ദ്രികയിൽ ഒരു വാർത്ത. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചുകൂടി വിവരമായി ഇവിടെ പറയും, അവിടെ ഞാനത് ഓർമ്മപ്പെടുത്തുകയാണ്. ചന്ദ്രികയിൽ ഒരു വാർത്ത ഈ അവസാന നിമിഷത്തിൽ, പ്രമുഖ CPM നേതാവും കുടുംബവും പടിയിറങ്ങുന്നു എന്ന് ചന്ദ്രികയിലെ വാർത്ത. 6 കോളം വാർത്ത ചന്ദ്രികയിൽ. അത് ആരൊക്കെങ്കിലും ലീഗാർക്കൊന്നും ഈ ജന്മമായതിൽ വാർത്ത കൊടുക്കാൻ കഴിയില്ല. ഞങ്ങളെ വിശ്വസിക്കുന്നില്ല. അതിനുള്ള വിവരം ലീഗാർക്കില്ല. ഞങ്ങളുടെ പാർട്ടിക്കകത്ത ആ കാര്യങ്ങൾ ലീഗിൽ പറയാൻ കഴിയില്ല. ആ വാർത്ത ഇവിടുന്ന് വന്നെന്നറിയാം. ഞങ്ങൾ പറഞ്ഞു ഈ വാർത്ത ചന്ദ്രിക പത്രമാണ് കൊടുത്തത്. ചന്ദ്രിക എന്ന് പറഞ്ഞാൽ ലീഗിന്റെ പത്രമാണെന്ന് ആമൂഞ്ഞിക്കറിയാമല്ലോ. ആ ലീഗുകാർ കൊടുത്ത ഈ വാർത്ത തെറ്റാണ് എന്ന് സഖാവ് തിരുത്തണം. ദേശാഭിമാനിയിൽ നിഷേധക്കുറിപ്പ് കൊടുക്കണമെന്ന് പാർട്ടി ലെറ്റർ പേഡിൽ എഴുതി ആമൂഞ്ഞിയുടെ വീട്ടിൽ ഞാനും മുരളി സുബൈദിയും കൊണ്ടേ കൊടുത്തു. ഷൗക്കത്തും മുസ്തഫി ഉണ്ടായി. അത് ആമൂഞ്ഞി പറഞ്ഞത് ഒരിക്കലും ഞാൻ നിഷേധക്കുറിപ്പ് കൊടുക്കില്ല, എനിക്ക് ഈ പാർട്ടിയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമില്ല, ഈ വർത്താനം പറഞ്ഞ് എന്റെ വീട്ടിൽ വരാൻ പാടില്ല എന്നാണ്. ഇങ്ങനെയാണ് ആമൂഞ്ഞി അന്ന് പറഞ്ഞത്. മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈ വാർത്ത നിഷേധിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ഈ വക വർത്താനം പറഞ്ഞു വരാൻ പാടില്ല എന്നുള്ളതാണ്. അവസാനം മെമ്പർഷിപ്പ് പുതുക്കാൻ അങ്ങോട്ട് വരുന്നില്ല. കൃഷ്ണൻകുട്ടിയാർ വണ്ടി എടുത്ത് ഇങ്ങോട്ട് വന്നു. വീട്ടിൽ പറഞ്ഞു താൻ ഈ പാർട്ടി ഓഫീസിലേക്ക് വരാൻ വയ്യത്, പാർട്ടി ഓഫീസിൽ വന്ന് മെമ്പർഷിപ്പ് പുതുക്കാൻ തനിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ താൻ പാർട്ടി ഓഫീസിലേക്ക് വരണ്ട, അത് വണ്ടിയിൽ കയറി നമുക്ക് കൃഷ്ണൻകുട്ടിയുടെ ഒരു മധ്യസ്ഥ ഉണ്ടല്ലോ, അവിടെയും ഇവിടെയും ഒക്കെ പറഞ്ഞു പകുതി വഴിക്ക് വെച്ചിട്ടൊരു പരിപാടി. ആ രൂപത്തിൽ നമുക്ക് ഇതൊക്കെ വെച്ച് നമ്മുടെ കാര്യം നടത്തി പോയെന്ന ആത്മാർത്ഥമായ ആഗ്രഹത്തിന്റെ ഭാഗമായി കൃഷ്ണൻകുട്ടി അതിലൊരു മധ്യസ്ഥ കൊണ്ടുവന്നു. അതിന് മുനി വഴങ്ങിയില്ല. ഒരു കയറില്